ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നു. നമ്മളിന്ന് തളിപ്പറമ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ചെമ്മീൻ കണ്ടതും കുറച്ച് ചെമ്മീൻ മേടിച്ചു. അന്നേരം നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഭയങ്കര മഴയായതുകൊണ്ട് മുറ്റത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് സെറ്റാക്കാം. ഞാൻ തളിപ്പറമ്പ് പോയി വന്ന ഡ്രസ്സ് മാറിയിട്ടില്ല. എനിക്കൊന്നുകൂടെ കരിഞ്ചാല് പോകാനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. കുറേ നാൾ കൂടി ഒന്ന് കളിപ്പറമ്പ് മാർക്കറ്റിൽ പോയി. ഇതേത് കൂട്ടം കുറേ ആയി മീൻ വേണം എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പം മീനുണ്ടെങ്കിലോ എന്ത് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീൻ ഇതിൻ്റെ സംഭവം പിന്നെ കളയല്ലേ. എല്ലാം പൊടിച്ച് വെച്ചിട്ട് ഞാൻ കറുത്തിട്ട് തരുവാ. എന്നാൽ എന്നെ കൊണ്ടൊന്നും ഇപ്പം തന്നെ കളയാം. പിന്നെ തേങ്ങ അരച്ച് വേണം ചാറ് കുറച്ച് വറക്കണം. ആകെ ഇത് കുറച്ചേ ഉള്ളൂ. എങ്ങനെ വറുക്കുക? ഞാൻ ചെമ്മീൻ ഉള്ളുന്ന കണ്ടിട്ട് നമ്മളെ കാർത്തു മീനൂട്ടി ഇതെങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏകദേശം പൊളിച്ച് കഴിയാനായി. ഇല്ല കാർത്തോ മീനൂട്ടിയും കൂടി ഇങ്ങനെ ഇരിക്കുക നമ്മളെ കുപ്പായത്തിൻ്റെ ഇടയിലോട്ട്. അപ്പം നമ്മളെ ചെമ്മീൻ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിനകത്ത് ഇങ്ങനെ തപ്പി നോക്കി ഏതെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോയെന്ന്. ഭയങ്കര വിലയാണ്. 320 രൂപയാണ് ചെമ്മീൻ ഇന്നത്തെ വില. നമ്മൾ അരക്കിലോനെ മേടിച്ചിട്ടുള്ളൂ. അപ്പം നമുക്കിത് കൊണ്ട് മറിക്കാം. നമ്മളെ പൂച്ച 2 ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കേത് പൂച്ചേനെ നോക്കണം മോനെ. ഇതിൻ്റെ ഇവിടെ വേസ്റ്റ് ഉണ്ട്. നമുക്കത് കീറിയെടുക്കാം. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഇതാണ് എൻ്റെ വേസ്റ്റ്. നമ്മളെ ചേട്ടൻ്റെ അമ്മയെല്ലാം ആക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ചിതാക്കുകയാണ്. ഞാൻ പിന്നെ ഇടച്ചങ്ങാൻ പൊട്ടിക്കൂടുന്നുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിതാക്കുന്നതാണ്. മക്കളെല്ലാം തിന്നുന്നല്ലേ, അവർക്കതെല്ലാം ആക്കി നന്നായിട്ട് അറിയുന്നുണ്ട്. എനിക്കിത്ര എക്സ്പീരിയൻസ് ഇല്ല. ഇന്ന് വരുന്നുണ്ട്. എന്താണ് അതിന് നമുക്ക് ഇതെല്ലാം ആയിട്ടൊന്ന് കാണിക്കാം. എല്ലാം വീഡിയോയിലെങ്ങനെ നമ്മുടെ ചെമ്മീൻ്റെ വേസ്റ്റ് എല്ലാം കഴുകിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപ്പിട്ട് കഴുകിയെടുക്കാം. നമുക്കൊന്നുകൂടെ കഴുകിയെടുക്കാമല്ലോ. കുറച്ചേ ഉള്ളൂ. അരക്കിലോ അരച്ച കാലം ഇത്രയേ ഉള്ളൂ. തക്കാളി, പച്ചമുളക്, സബോള എല്ലാം അരിഞ്ഞെടുക്കട്ടെ. എന്ത് തക്കാളി ഉണ്ടല്ലേ? പച്ചമുളക്, ഒരു സബോള ഉണ്ടല്ലേ? ഞാൻ പോയി വരുമ്പോഴത്തേ മക്കൾ ഇവിടെ മൊത്തം നേരത്തെ സെറ്റാക്കിനല്ലേ. ഇത്ര വൃത്തിയിലാക്കിയിട്ടിട്ട് പോയതാ.
അരിഞ്ഞെടുക്കാം. സവോള ചെറുതായിട്ട് അപ്പോൾ അടിപൊളി. നമ്മളെ നിവേദനെല്ലാം പ്ലസ് 1 ക്ലാസ് തുടങ്ങി. നിവേദന ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെല്ലാം മണക്കടവ കിട്ടിയ, ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ കണിയഞ്ചാല കിട്ടിയിട്ടുള്ളത്, കൊമേഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പം യൂണിഫോം തയ്ക്കാനെല്ലാം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം മേടിക്കാൻ പോകണം. അതുകൊണ്ടാണ് തളിപ്പറമ്പിൽ പോയി വന്ന ഡ്രസ്സ് മാറ്റാത്തത്. ഇനി ആദ്യം പോകുമ്പോൾ ആദ്യം മാറ്റണ്ടേ. ഒന്നാമത് ഈ മഴ ആയതുകൊണ്ട് ഉണങ്ങുന്നുമില്ല അല്ലേ. ചെറിയുള്ളി ഉണ്ടായിരുന്നെങ്കിലായിരുന്നു അടിപൊളി. ചെറിയുള്ളി ഇല്ല, മേടിക്കണം എന്നോർത്ത് മറന്നു. തളിപ്പറമ്പ് മാർക്കറ്റിൽ പോയാലും മേടിക്കണം എന്നോർത്ത് മറന്നു. തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നു. കറിവേപ്പില നമ്മുടെ പ്രീ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചാൽ നമ്മളിവിടെ എത്ര കറിവേപ്പില നട്ടിട്ടും ആവുന്നില്ല. എന്താണെന്നറിയില്ല, കുറച്ച് കിളുത്ത് പോകുമ്പോൾ അതതുപോലെ പോകും. എന്തൊക്കെയാണെന്നറിയില്ല. ഏട്ടന് പണിയൊന്നുമില്ല, കുറേ നാളായി പണിയൊന്നും ഇല്ലാത്ത, മഴയല്ലേ ഭയങ്കരമാണ്. ഏട്ടനും മൂത്ത മോനും ടി വി കാണുന്നുണ്ട്, ഇളയ മോനാണ് വീഡിയോ എടുത്തു തരുന്നത്. അച്ഛനപ്പുറത്തുണ്ട് അല്ലേ, അച്ഛനപ്പുറത്തില്ലേ, അപ്പുറത്തുണ്ട്. അമ്മ പണിക്ക് പോയിട്ടാ, അമ്മക്ക് പണിയുണ്ട്. തക്കാളി മോഷണം അല്ല, ആയിട്ടാണ് നോക്കിയിരിക്കാൻ. മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി 2-3 മിക്സിങ്ങാണ്. മുളക് പൊടി, മല്ലിപ്പൊടി ഇടാം. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ നല്ല പൊടി ഉണ്ടാവുക. കുരുമുളക് പൊടി ലേശം കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട്. മസാല ഇത് കഴിഞ്ഞിട്ട് വേണം എന്നിട്ട് ക്ലീൻ ആക്കാന്ന് വെച്ചിട്ടാണ്. ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ വെക്കാം, കുറച്ച് കഴിയുമ്പോൾ എടുത്തു വെക്കാം. ചെമ്മീൻ ക്ലീൻ ആയിട്ട് കാണിച്ച എവിടെയാ? ചട്ടി എടുപ്പല് വെച്ച് കൊടുക്കാം അല്ലേ. ഇഞ്ചി ഇല്ലേ, ഇഞ്ചിയും കൂടെ ഇടണമായിരുന്നു. ഇഞ്ചി ഇല്ല. അന്നേരം നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇതിനകത്ത് തക്കാളി, പച്ചമുളക്, സവോള, കറിവേപ്പില നമുക്ക് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ തേങ്ങ അരച്ച കൂട്ടത്തിൽ
അരച്ചിനായിരുന്നു. നമുക്ക് വഴറ്റി എടുത്തിട്ട് പൊട്ടിക്കലിട്ട് കൊടുക്കാം. കടുക് ഇടുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ളി വറുത്തിടാം. ചെറിയുള്ളി ഇല്ല, ഇച്ചിരി വറുത്താൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. തക്കാളി വീഴുന്നതിൻ്റെ കൂടെ ഇതും വേവട്ടെ. അരവ് തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കേ അല്ലേ. ഞാൻ തൊട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊരിക്കാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ പൊരിക്കുന്നില്ലേ. ഇതൊന്നും വേവട്ടല്ലേ, എന്നിട്ടാകുമ്പോൾ നമുക്ക് അരവിട്ട് കൊടുക്കാം. നമ്മൾ കറി തിളച്ച നോക്കാവേ, തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹൃദിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വച്ചൊരൻ മുല്ല മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ. അപ്പോൾ കറി തിളക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പുണ്ടോ നോക്കാം. നമുക്ക് നിക്കിയതിൻ്റെ കൊടുക്കാം. നിക്കിയതെല്ലാം പറയും, ഉപ്പ് എരിവ് എല്ലാം. ഇപ്പോഴേ നോക്കി പഠിക്കിട്ട്. സൂപ്പറാ. ബാക്കി ചേർക്കുന്നതിനിപ്പുറം സൂപ്പറാന്ന് പറഞ്ഞാ, അത് ബാക്കി ചേർക്കുന്നതിനിപ്പുറം സൂപ്പറാന്ന് പറഞ്ഞോ. അതെയാ. അപ്പൊ ഇത് തിളച്ചില്ല നല്ലോണം. നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഏട്ടൻ ചേരണ്ടി തന്നു. തേങ്ങ അരച്ച് തന്നത് നിവേദ് കൂട്ടനാണ്. പിള്ളേരെ എല്ലാം അടുക്കളപ്പണിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടണം. കാരണം എനിക്ക് 2 ആൺകുട്ടികളല്ലേ, സ്വന്തം എന്തെങ്കിലും പണിയെല്ലാം എടുക്കേണ്ടി വന്നാ ചെയ്യൂലേ അല്ലേ. എനിക്കേതാ ചെയ്യണേ.
നമുക്ക് വയ്യാണ്ടുള്ളായ മക്കളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അമ്മക്കൊരു പെണ്ണുവാവ ഉണ്ടായിരുന്നെങ്കിലോ അവളോട് വലുത് അമ്മക്കായി ചെയ്തു തരാന്ന് പറഞ്ഞ് ചെയ്തില്ലേ. പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്തു തരണം. എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തരണോ? നികേതിൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കുറച്ചധികം വെള്ളം വയ്ക്കുക അല്ലേ, നാളത്തേനും കൂടെ ആവണ്ട. നാളെ ചാക്കി അടിക്കും കൂടെ മറക്കിൻ്റെ മുട്ട അങ്ങോട്ടേക്ക് ഇങ്ങനെ തിളക്കട്ടെ. എത്ര മിനിറ്റ് കഴിയും? ചെമ്മീൻ കറിയിൽ വറുത്തിടാമെന്നുണ്ട്. ഞാൻ സബോളേൻ്റെ ഒരു ചെറിയ കഷ്ണത്ത് ചെറുതായിട്ട് എരിയുന്നുണ്ട്. ചെറുതിന് എന്നിട്ട് വലുത് വെച്ച് കാണാം. ചെറുതായിട്ട് കറി തിളച്ച് നോക്കി നോക്കിയത്. എന്താ നമ്മുടെ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതെന്ന് പറഞ്ഞിട്ട് തീരെ ചെറുതൊന്നും ആയിട്ടില്ല, അങ്ങനെ കിട്ടും അല്ലേ. നോക്കട്ടെ, ഇച്ചിരി ഉപ്പ് കമ്മിയുണ്ട്. എനിക്ക് നന്നായിട്ട് കറിക്ക് ഉപ്പ് വേണം, അതുകൊണ്ട് ഞാൻ കുറേ അധികം ഉപ്പ് ഇടും. നല്ലോണം ഉപ്പ് കൂട്ടുന്നതില്ല. നമുക്ക് ഇപ്പുറത്തെ ഗ്യാസ് കത്തിച്ചിട്ട് ഉള്ളി ഇതാക്കാൻ വെക്കണം. ചെയ്തു എല്ലാം വയ്ക്കണം. തൊട്ട് നോക്കി കൈ കൊള്ളണ്ടേ. നമ്മളെ ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റിയ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. ഉള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളെടുക്കുക. നമ്മളെ കറി നല്ല തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറീൻ്റെ തീ ഓഫാക്കിയാലോ? കറിയായില്ലേ? കഷ്ടപ്പാട്. എനിക്ക് ഏത് വശത്തിനും അപ്പുറത്തൊന്നും എന്തോ പരിപാടിയാണല്ലോ. വണ്ടിയാ നല്ലോണം തോന്നിട്ട് സ്വയം മറന്നു. അപ്പോൾ എടുക്കും നേരെ നമ്മളെ ഇതാ ഉള്ളി മെറൂൺ കളറായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ചധികം കരുവേപ്പിലിടുന്നുണ്ട്. കറിവേപ്പില കഴുകിയതുകൊണ്ട് അതിൻ്റെ വെള്ളം വെട്ടുന്നുണ്ട്. ഇപ്പം കഴുകി നേരത്തെ കഴുകി വെച്ചിട്ട് ഇപ്പം കഴുകി. അപ്പം എന്ത് ചെയ്യാം, നമുക്ക്
നമ്മുടെ കറിയിലേക്ക് അത് ഞാൻ ഒഴിക്കട്ടെ. നമ്മുടെ വറവ് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇതുപോലെ കറി വെക്കാത്തവരെല്ലാം ഒന്ന് കറി വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് നിവേദന അടിച്ച കയ്യിൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. ഉപ്പും എരിവെല്ലാം കണക്കാണെന്ന് അടിപൊളി അഭിപ്രായം പറ. അടിപൊളി സൂപ്പറാ. നേരെ നമ്മള് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാരോടും പറയാണ്, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് എല്ലാം അറിയിക്കണം. നിങ്ങളെ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയല്ലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.